എന്തൊക്കെ പറഞ്ഞാലും ആവശ്യത്തിന് ചില സമയത്ത് നിന്നെയൊക്കെ ഉപകരിക്കലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ശോഭനമോള് കാണാതെ ഞാൻ നിനക്കൊക്കെ കൂട്ടുവയ്ക്കുന്നത്. ഇതുപോലെ സാധനം കിട്ടിയില്ലേ, ഇതിനാര് വേണം? ഞാൻ പറഞ്ഞു. ആ അതെ അതെ, എന്നാലും മാമൻ നമ്മുടെ ആളാണല്ലോ. മാമ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൂടെ മാമ ഞാൻ ശമ്പളം തരുന്ന ആഴ്ച. ഇത് എവിടെയാ സ്ഥലം? ഇത് കിട്ടുന്ന സ്ഥലം എവിടെയാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സുഖം പോയില്ലേ. അതെ, പക്ഷെ ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് അത് നടക്കൂല. നമുക്ക് ഇതുപോലെ ഒരു ഫ്രീഡം കിട്ടുന്ന ദിവസമാണെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഫുള്ളായിട്ട് തീർക്കണ്ട, എൻ്റെ റൂമിൽ വെച്ചേക്കാം. ആണോ? പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ അതൊക്കത്തില്ല. നിങ്ങളുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാണല്ലോ അവള് ശോഭന എപ്പോഴും കയറി വരുന്നതാ. നിങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെന്ന് അറിയാം, നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ വേറെ കാര്യം, നമ്മളിവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ഇട്ടേക്കണം. കാരണം ഇതിന്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് എൻ്റെ. പിന്നെ ആ സൗകര്യം പോലെ നീ ചെയ്താൽ മതി. എടാ ചീഴ്സ് ഒന്നും പറഞ്ഞില്ലോടാ. അല്ല അതിലൊന്നും ഇല്ല, ചേസ് പറയേ. അല്ല കുറച്ചുകൂടി ഞാനങ്ങനെ ഫിറ്റ് ആവില്ല. ഫിറ്റായില്ലെങ്കിൽ ഇവിടെ പണി നടക്കണമല്ലോ. അടുക്കളയിൽ പണി മാറ്റാതല്ലോ, ആബ്സെൻസ് ആക്കിയല്ല. നിങ്ങളിപ്പോ ഡ്യൂട്ടി. അതെ ഞാനിപ്പോ അല്ല വെയിറ്റ്, നിങ്ങൾ കഴിച്ചോട്ടോ, ഞാൻ ഇപ്പൊ വരാം. വെറുതല്ല നീ ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്ലാസ് ഞാൻ എടുക്കുക. സുപ്ലു മോനെ, മോനെ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? എവിടെ കൊണ്ട് ഒഴിക്ക്. അല്ല, ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര ശൂശു ഒഴിക്കാനുള്ള വിഷയം. എന്റെ മുറിയിലൊന്നും പോരുത്, ബാത്റൂം ഓടാൻ അറിയാലോ. പോ ഇത് ഞാൻ കൊണ്ടുവന്നു. അത് കൊണ്ടോട്ടെ, അതേ സൂക്ഷിച്ചോട്ട്. ഇവിടെ സേഫ് ആയിട്ട് സേഫ് ലോക്കറിൽ വെച്ചേക്കാം. മുഴുവൻ കഴിക്കരുത്. ഞാൻ വരും, പിടിക്കുന്നുണ്ട് ഞാൻ. തന്നെ ഒന്നങ്ങൾ അടിക്കാം. അവള് വരുന്ന തിന്നാനൊന്നുമില്ല, വല്ല ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളം കുടിച്ച് മരിച്ച്. എന്ത് പറ്റി? അയ്യോ, 6 ഫ്രണ്ട്സിനൊക്കെ കണ്ടേച്ച് വന്നതോ? നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്നല്ല ഞാൻ, അല്ല കാണാൻ നല്ല രസമുണ്ടെന്ന് ഞാൻ ഇടക്കിടക്ക് പറയാറില്ലല്ലോ, എന്നിട്ട് പറഞ്ഞത്. അപ്പൊ കള്ളും കുടിച്ചിട്ടുണ്ടല്ലേ? കൊള്ളുകൂടി പിന്നെ എന്തൊക്കെയുള്ളേ? കൊള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ കടം വാങ്ങി വെച്ചേക്കാണല്ലേ? കഴിഞ്ഞ ആഴ്ച ബ്യൂട്ടി പാർലറിൽ പോകുന്നോന്ന് പറഞ്ഞപ്പോ എവിടുന്ന് പൈസ എടുത്തു തന്നാ? ബ്യൂട്ടി പാർലറിൽ പോവാൻ എത്ര രൂപയാണ് മോനെ എനിക്ക് എടുത്തു തന്നത്? 1500. എത്ര രൂപയാണ് ഒരു മനുഷ്യനെ കടം വാങ്ങിയേക്കണത്? ഒരു പൂജ്യം കൂടെ 15. പുല്ല് ഞാൻ അങ്ങോട്ട്. ഞാൻ അതല്ല എന്റെ അടുത്ത് വാങ്ങി, എന്റെ അമ്മ എടുത്ത് ഇച്ചിരി സ്വർണ്ണം കൂടെ മേടിക്കും. ഒരു 100 രൂപ വല്ലതും മേടിക്കാൻ നമ്മുടെ കടങ്ങളൊക്കെ ചെയ്യത്തില്ലയോ? എനിക്ക് മാത്രമാണോ ഈ അമ്മയും പെങ്ങന്മാരും കുടുംബമൊക്കെ ഉള്ളൂ? തനിക്കിതൊന്നുമില്ലേ? എന്റെ മമ്മി IPL അല്ലേ, നിന്റെ മമ്മി അല്ലേ റിച്ച്? എന്റെ മമ്മി നല്ല റിച്ച് ആയിരുന്നു നമ്മുടെ കല്യാണത്തിന് മുമ്പ് വരെ. അത് കഴിഞ്ഞുള്ള പൈസ തന്നു ഇപ്പൊ ബാങ്ക് ബാലൻസ് കാണാൻ എന്റെ മമ്മിയുടെ. അതുകൊണ്ടല്ലേ ഇപ്പൊ മമ്മിക്ക് ടാക്സ് അടക്കണ്ടായല്ലോ, അല്ലെ സർക്കാരിനല്ല കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ നമ്മളൊന്നും രക്ഷപ്പെട്ടില്ലേ? തന്റെ വീട്ടിലില്ല അമ്മ, അമ്മയുടെ അടുത്ത് പോയി ചോദിക്കേ. എന്റെ മമ്മി IPL അല്ലേ, അതുകൊണ്ട് ബിലോ പീവർട്ടി ലെവൽ. അയ്യോ, അത് താൻ ജനിച്ചത് കാരണം അങ്ങനെയായി പോയെന്ന് എനിക്ക് തോന്നണത്. നമ്മൾ കോടീശ്വരരാവും, നിനക്ക് അറിയത്തില്ലേ? ഇങ്ങനെ പോയാലല്ലേ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാനുള്ള. ഇപ്പൊ നമ്മൾ കോടീശ്വരി ലക്ഷാധിപതി ആയില്ലേ? കടത്തിലല്ലേ? അതെ അതെ അതെ, ഇറങ്ങി പോയി അങ്ങോട്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പോഴും ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു കുറെ കടം വാങ്ങി വെച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപയുടെ. ഇറങ്ങി പോയതിന്റെ മുമ്പിൽ കേട്ടാ ചങ്ങനെ വന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? സെറ്റിൽ ചെയ്ത് വരാൻ വയ്യായിരുന്നു. ഇറങ്ങി പോയെന്നാ ഓരോ ഇറങ്ങി പോ അങ്ങോട്ട്. ദേഷ്യം എനിക്ക് കാണണ്ട. ഇറങ്ങി പോ പോവാൻ. പോണ്ട, ഞാൻ വാതിലടിക്കണോ? പ്രിയപ്പെട്ട ശോഭനെ, മാപ്പറിയിക്കാത്ത തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്. പക്ഷേ തൽക്കാലം നിന്നോടൊരു മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. നീ ആഗ്രഹിച്ചൊരു ഭർത്താവാകാൻ എനിക്ക് കഴിയാതെ പോയി. ആത്മഹത്യ ഒന്നിനൊരു പര്യായമല്ല, പക്ഷേ അതല്ലാതെ എൻ്റെ മുന്നിൽ പറ്റി വഴികളില്ല. ഇനി നിനക്കൊരു ശല്യമായി ഞാൻ ഉണ്ടാവില്ല. പോവുകയാണ് എന്നേക്കോ. നളിനെ എത്രയും വേഗം ഇവിടെ നിന്നും പുറത്താക്കണം. കൊള്ളുകൂടി പിന്നെ എന്തൊക്കെയുള്ളേ? കൊള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മൊത്തം പൈസ കടം വാങ്ങി വെച്ചേക്കാണല്ലേ? നമ്മൾ കോടീശ്വരരാവും, നിനക്ക് അറിയത്തില്ലേ? ഇങ്ങനെ പോയാലല്ലേ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാനുള്ള. ഇറങ്ങി പോയി അങ്ങോട്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു കുറെ കടം വാങ്ങി വെച്ചിട്ടുണ്ട് 2 ലക്ഷം രൂപയുടെ. ഇറങ്ങി പോ അങ്ങോട്ട്. ദേഷ്യം എനിക്ക് കാണണ്ട. ഇറങ്ങി പോ.
കാരണം ഒത്തിരി വിഷമിക്കുന്നുണ്ടല്ലോ. നീ എപ്പോഴും ശരി. You deserve much better man. എപ്പോഴും ഞാൻ ഓരോന്ന് പറയുമ്പോൾ എൻ്റെ പുറകെ തന്നെ ശരിയാക്കാൻ നോക്കും. പറയുന്നത് ശരിയാ. ഞാൻ മടിയൻ, പണിക്കും പോത്തില്ല. നീ ഒന്ന് ഷോപ്പിങ്ങിന് വിളിച്ചപ്പോൾ പോലും അന്ന് നടൻ്റെ കൂടെ പോയിരുന്നു ഞാൻ സാറ്റ് കളിച്ചു. എനിക്കൊരു സീരിയസ്നെസ്സും ഇല്ലതായിട്ട് എനിക്കറിയാം. നീ നന്നായിട്ട് അങ്ങനെ മിസ് ചെയ്യും. ദൈവമേ, എന്നെ സ്വർഗത്തിൽ തന്നെ എത്തിക്കണേ, നരകത്തിലോട്ട് വിടല്ലേ. ദൈവമേ, ഞാൻ വരുവാന്നേ. കണ്ണു കാണുന്നില്ലപ്പോഴേ. ഞാൻ വരുവാന്നേ. സുബു 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 എനിക്ക് സുബു സുബു അയ്യോ സുബു സുബു അയ്യോ ദൈവമേ കള്ളുടിച്ചു തോന്നണ സുബു എനിക്ക് സുബു സുബു ഇനിക്കല്ല സുബു ആത്മഹത്യ ചെയ്തു തോന്നുന്നത്. നീ ഇത് കണ്ടു കുടിച്ച് വിഷം കുടിച്ച് സുബു എനിക്ക് വിഷമോ? ഇത് വിഷമാണോ? ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മരിക്കാൻ പോവാന്നും പറഞ്ഞു. അയ്യോ ദേ പൾസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സുബു അതെ സുബു അതെ സുബു ഇത് കുടിച്ചാണോ അവൻ ആത്മഹത്യ ചെയ്ത്? പിന്നല്ലാണ്ട് അങ്ങനെ ഇത് കുടിച്ചാണ് അവൻ ആത്മഹത്യ ചെയ്തെങ്കിൽ അവൻ ചത്തിട്ടില്ല. അവൻ ചത്തിട്ടില്ല. നീ അറിഞ്ഞ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ അപ്പൂപ്പന്മാർ. ജ്യൂസ്. അയ്യോ അയ്യോ പോയാ. അയ്യോ അടപ്പ് പറഞ്ഞിരിക്കുവായിരുന്നു, അതും പോയി മൊത്തം. അയ്യോ ഇത് അവൻ കൊണ്ട് വെച്ചാണ്. അത് വല്ല വെള്ളം ഒഴിച്ച് വയ്ക്കാൻ ആരറിയാം അമ്മയ്ക്ക്. അപ്പൊ മരിച്ചിട്ടില്ല? സത്യമായിട്ട് മരിച്ചില്ല. ഇത് കുടിച്ച കള്ളാണ് സത്യം. ഞാൻ കള്ളത്തിനും പറയത്തില്ല. കള്ളു കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ കള്ളത്തിനും പറയത്തില്ല. എന്നാലേ എനിക്കും എന്നെ കണ്ടിട്ടേ അകത്തേക്ക് അറിയുമെന്ന് പറഞ്ഞേരാട്ടോ. ആ അല്ല, സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന നല്ല മണമുണ്ട്, അത് കിട്ടിയില്ല. സുബോ സുബോ ആ കിടന്ന് പറയട്ടെ. ഇതെന്തിനാ ഇത്?
അതായത് ഇവിടെ സ്വർഗവും എൻ്റെ വീടിൻ്റെ ഡിസൈനിലാണ് ദൈവം പണിഞ്ഞു വെച്ചേക്കുന്നത്. ഞാൻ കുടിച്ച കുപ്പി ഞാൻ ചത്തില്ലയോ? ഇത് എന്തോ ഇപ്പൊ കലക്കി കുടിച്ചത് വിഷമെന്ന് പറഞ്ഞല്ലേ 1000 രൂപ കൊടുത്തത്. ഇതിലൊന്നും മായമായോ അപ്പോ? നശിച്ചെടുത്തൊന്നും രക്ഷപ്പെടാന്ന് വിചാരിച്ചാ ചത്തത്. ചാകാനും സമ്മതിക്കത്തില്ല.